ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇതേ മുട്ടക്കറിയുടെ വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മീൻ കറി വെക്കുന്ന പോലെ തന്നെ മുട്ടക്കറി എങ്ങനെ വെക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് ഇതേ മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കി നമുക്കതിന് വേണ്ട സാമഗ്രികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു തക്കാളി ചെറുത്, അതുപോലെ ഒരു സവോള ചെറുത്, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഇത്രയും സാധനങ്ങൾ മതി. പിന്നെ ഒരു അരമുറി നാളികേരം, അത് നമുക്ക് ചെറുക്കി ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതും മാറ്റി വയ്ക്കാം. അപ്പോൾ ആദ്യം ചട്ടിയിലോട്ട് ഇതേ ഞാൻ മല്ലിപ്പൊടി, നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അത് 3 ഇൻഗ്രീഡിയൻസും ഒരുമിച്ചിട്ട് അതിനകത്തോട്ട് നമ്മുടെ സവോള, തക്കാളി, ബാക്കി ഇഞ്ചി, പച്ചമുളക് കൂട്ടൊക്കെ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരപ്പ്, ഇതിനകത്തോട്ട് ചേർക്കാനുള്ള അരപ്പ്, അത് നേരത്തെ ഞാൻ നാളികേരം ചെരുകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിനകത്തോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ചീരകം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നല്ലോണം അരപ്പാക്കിയിട്ട് അതിനകത്തോട്ട് മിക്സിയിൽ ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ഞാൻ പറയാൻ വിട്ടുപോയി, ഉപ്പ് ചേർത്ത് പാകത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കതിനകത്ത് പുളി കുറവുണ്ട്, അപ്പോൾ അത് ആ പുളി ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാളംപുളിയാണ് എടുത്തേക്കണത്. അത് മിക്സ് ചെയ്ത് അതിൻ്റെ ചാറ് പിഴിഞ്ഞ് കൊടുത്തിട്ട് മുട്ടതേപ്പോൾ നമ്മൾ വെന്ത് തുടങ്ങി. നമ്മുടെ അരപ്പ് ചേർത്തിട്ട് നമ്മുടെ കറിയും തിളച്ച് സെറ്റായിട്ടുണ്ട്. ഇനി അതിന് മുട്ട വെന്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കാച്ചാം. ചെറിയ ഉള്ളി അരിഞ്ഞ് ഇട്ട് കൊടുത്ത് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്കത് കാച്ചാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ മുട്ട അവിടെ തണുത്ത് സെറ്റാവട്ടെ. അതിന് ശേഷം നമുക്ക് പൊളിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഉള്ളി മൊരിഞ്ഞുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഇത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കാച്ചി ഒഴിക്കാം. കാച്ചി ഒഴിച്ചതിന് ശേഷം നമ്മുടെ പുഴുങ്ങിയ മുട്ട നമ്മളൊന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തോട് പൊളിച്ചെടുക്കാം കേട്ടോ. അതിനെ ചേർത്തിട്ട് തോട് പൊളിച്ചതിന് ശേഷം നമുക്കതൊന്ന് 2ആയി കീറിയിട്ട് ഈ കറിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഞാനത് എല്ലാം തോടൊക്കെ പൊളിച്ച് ഇതുമാതിരി 2 പീസാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് കറിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. അപ്പം മീൻ കറി ഇല്ലെങ്കിലും നമുക്ക് ഇങ്ങനെ കൂട്ടി കഴിക്കാം.